Computer graphics. Part 7, flat panel. Plasma panel displays. Contents. Introduction. Flat panel categories. Plasma panel. Conclusion. So plasma panel, the first ever plasma display was made in the year 1964 by the graduate student Robert Wilson from the Plato computer system. This technology was then further developed by many people, and multinational companies started to economize it by the early 1980s. In the year 1983, IBM began selling a 19-inch orange on black monochrome display. Flat panel display. A flat panel display is a television, monitor, or other display appliance that uses a thin panel design instead of a traditional cathode ray tube design. These screens are much lighter and thinner and can be much more portable than traditional televisions and monitors. They also have high resolution than older models. So flat panel displays എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ എന്താണ് LCD LED TVs ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നതാണ്. ട്രഡീഷണൽ CRT മോണിറ്റർ, ഓക്കെ, പണ്ടുള്ള TVs ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹ്യൂജ് സൈസാണ്. CRT ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 to 3 ഫീറ്റ് ഓളം ബാക്കിലേക്ക് എന്താണ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഒരു വലിയ ടേബിൾ തന്നെ നമുക്കതിന് വേണ്ടി വരും. ആ ഒരു പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ടേബിളോ ഒരു സ്പേസോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണ്ടുള്ള പഴയ TVകളോ അല്ലെങ്കിൽ CRT ഡിസ്പ്ലേ മോണിറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. However, CRT is the basic of all these displays. Okay. ട്രഡീഷണൽ CRT എന്ന് പറയുന്നതാണ് എല്ലാ മോണിറ്റേഴ്സിൻ്റെയും ബേസ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഒരു ബേസിൽ നിന്നാണ് പിന്നീടുള്ള എല്ലാ ഡിസ്പ്ലേ ടെക്നോളജീസും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ CRT ഡെവലപ്പ് ചെയ്ത് വന്നു. അതിനുശേഷമാണ് പിന്നീട് എന്താണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. CRTയിൽ തന്നെ ഫ്ലാറ്റ് മോഡലായിട്ടുള്ള ഡിസ്പ്ലേ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പക്ഷേ അത് അത്രയധികം പ്രചാരത്തിൽ വന്നില്ല. ഓക്കെ. ഹൊറിസോണ്ടൽ, അതായത് കാഥോഡ് റേ ട്യൂബ് നേരെ താഴെ ബാക്കിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് പകരം നേരെ മോണിറ്ററിന് പാരലായിട്ട് നേരെ താഴത്തേക്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് ലൈറ്റ് നേരെ മുകളിലേക്ക് ഇൻ പാരൽ ആയിട്ട് തന്നെ ഇലക്ട്രോൺ ബീം സെൻഡ് ചെയ്തു. ദെൻ നേരെ സ്ക്രീനിൻ്റെ ലെവലിൽ വന്നതിന് ശേഷം 90 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് സ്ക്രീനിലേക്ക് പതിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അത് അത്ര അധികം പ്രചാരത്തിൽ വന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ. അപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് കമ്പയറിങ് ടു CRT ദേ ആർ മെനി അഡ്വാൻറ്റേജസ്. അതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ തിന്നർ ആൻഡ് ലൈറ്റർ. ഓക്കെ. വെയിറ്റ് കുറവാണ്, തിന്നറാണ്, അതുപോലെ തന്നെ മച്ച് മോർ പോർട്ടബിൾ ആണ്. ഓക്കെ. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇതാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ പാകത്തിനുള്ള വെയിറ്റ് അതിനുള്ളൂ. ഓക്കെ. അപ്പോൾ CRT ഒക്കെ എടുക്കുകയാണെങ്കിൽ ഹെവി ഒരു നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിനെ നമ്മൾ മെയിനായിട്ടും 2 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് എമിസീവ് ഡിസ്പ്ലേ ആൻഡ് അതർ വൺ ഈസ് നോൺ എമിസീവ് ഡിസ്പ്ലേ. ഓക്കെ.
എമിസീവ് ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ അതിന് എമിസീവ് ഡിസ്പ്ലേസ് ആർ ഡിവൈസസ് that convert electrical energy into light where the image is produced directly on the screen. അപ്പോൾ എമിസീവ് ഡിസ്പ്ലേസിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ലൈറ്റിനെ ഇമേജായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ കാണിക്കുന്നു. അതാണ് എമിസീവ് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് LED സ്ക്രീൻ, LED TVs, monitors are examples of emissive displays. നോൺ എമിസീവ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ എമിസീവ് ഡിസ്പ്ലേസ് യൂസ് ഒപ്റ്റിക്കൽ എഫക്ട്സ് ടു കൺവേർട്ട് സൺലൈറ്റ് into graphical patterns and shapes where the light is produced behind the screen and the image is formed by filtering this light. അപ്പോൾ സൺലൈറ്റിനെ ഗ്രാഫിക്കൽ പാറ്റേൺ ആയി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ബിഹൈൻഡ് ദി സ്ക്രീനിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് മാത്രം സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് എമിസീവ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് LCD ആണ്. ഓക്കെ, സോ കമ്മിങ് ടു ദി ടോപ്പിക് പ്ലാസ്മ പാനൽ ഡിസ്പ്ലേ. പ്ലാസ്മ പാനൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ്, മെയിനായിട്ടും അതിൻ്റെ അകത്ത് വരുന്ന കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ അകത്ത് ഹൊറിസോണ്ടലി തിൻ ഫിലിം ഓഫ് കണ്ടക്ടേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു ഗ്ലാസ് പ്ലേറ്റിൽ വെർട്ടിക്കലി തിൻ ഫിലിം ഓഫ് കണ്ടക്ടർ പ്ലേറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും 2 ഗ്ലാസിൻ്റെ ഗ്ലാസ് ആണുള്ളത്. ഈ 2 ഗ്ലാസ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നു. അതിനോട് എന്താണ് കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള 2 ഫിലിം നമ്മൾ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്ലാസ് പ്ലേറ്റിനും ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്ന സ്പേസിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ടൈനി സെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഈ 2 ഗ്ലാസ് സെൽസിൻ്റെയും ഇടയിലുള്ള സ്പേസ് ടൈനി സെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ആ സ്പേസിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. യൂഷ്വലി നിയോൺ പോലെയുള്ള ഗ്ലാസ്സുകളാണ്, ഗ്യാസാണ് നമ്മൾ മെയിനായിട്ടും സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഫില്ലിംഗ് ദ റീജിയൻ ബിറ്റ്വീൻ 2 ഗ്ലാസ് പ്ലേറ്റ്സ് with a mixture of gases, that is usually it includes neon. A series of vertical conducting ribbon in one glass and a series of horizontal conducting ribbon in another glass. അപ്പോൾ ഇതാണ് മെയിനായിട്ടും പ്ലാസ്മ പാനലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫയറിംഗ് വോൾട്ടേജ്, ഒരു ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഒരു ഫയറിംഗ് വോൾട്ടേജ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഈ കണ്ടക്ടേഴ്സിലേക്ക്. ഓക്കെ, നമ്മൾ കണ്ടക്ടേഴ്സ് ഏതാന്ന് നോക്കി, ഏതാണ് ഗ്ലാസ് പ്ലേറ്റ്സിലേക്ക് നമ്മൾ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ഈ ഓരോ ഗ്ലാസ്സിൽ നമ്മൾ കണ്ടക്ടേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടക്ടേഴ്സിൽ നമ്മൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഫയറിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക, ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 കണ്ടക്ടേഴ്സ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ്. ഈ 2 കണ്ടക്ടേഴ്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്താണ് ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് പ്രൊഡ്യൂസ് ആവുന്നു. ഓക്കെ, ഇതാണ് പ്ലാസ്മ പാനൽസിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് പിക്ചർ ഡെഫിനേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിക്ചർ ഡെഫിനേഷൻ സ്റ്റോർ ചെയ്യുന്ന ഏരിയയുടെ പേരാണ് റിഫ്രഷ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫയറിംഗ് വോൾട്ടേജ് ഓരോ പിക്സൽ പൊസിഷനിലേക്കും അപ്ലൈ ചെയ്യുന്നു ആൻഡ് 60 times per second നമ്മളിത് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് പ്ലാസ്മ പാനലിൻ്റെ വർക്കിംഗ്. പിന്നെ ഈ ഒരു കണ്ടക്ടേഴ്സ് ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോൾട്ടേജ്
ഫയറിംഗ് വോൾട്ടേജ് നല്ല ഹൈ വോൾട്ടേജ് ഇതിന് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എ സി കറണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മോണോക്രോമാറ്റിക് എന്നാണ്. സോ ഓക്കെ, മോണോക്രോമാറ്റിക് മീൻസ് എന്താണ്? ഇറ്റ് ക്യാൻ സ്റ്റോർ ഓർ ഡിസ്പ്ലേ ഓൺലി വൺ കളർ. ഓക്കെ, ദാറ്റ് ഈസ് മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കളർ മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇന്നുള്ള പുതിയധികം സിസ്റ്റംസ് എല്ലാം ക്രോമാറ്റിക് എന്നുള്ള ടെക്നോളജി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്നോളജീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാസ്മ ഡിസ്പ്ലേ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ സ്ലിമ്മസ്റ്റ് ആണ്, പിന്നെ എന്താണ് ഹൈ കോൺട്രാസ്റ്റ് ആണ്, വെയ്റ്റ്ലെസ് ആണ്, ഹൈ വ്യൂയിങ് ആംഗിൾസ് കമ്പയർഡ് ടു അതർ ഡിസ്പ്ലേസ്, ക്യാൻ ബി പ്ലേസ്ഡ് ഈവൻ ഓൺ വാൾസ്, ഹൈ ക്ലാരിറ്റി ആണ്, വെരി ലിറ്റിൽ മോഷൻ blur due to high refresh rates, has a high lifespan of 1 lakh hours. Disadvantage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cost is much higher, energy consumption is more, produces glares due to reflection. These displays are not available in smaller size than 32 inches. Area flickering is possible. These are the main disadvantages of plasma display. So coming to the conclusion, plasma display എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a computer video display which each pixel on the screen is illuminated by a tiny bit of plasma or charged gas, somewhat like a tiny neon light. So plasma എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് plasma എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a gas including ions and electrons. ഓക്കെ, അയോൺസും ഇലക്ട്രോൺസും ചേർന്ന് കമ്പൈൻ ചെയ്ത് ഫോം ആവുന്ന ഒരു ഗ്യാസാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, plasma is referred to be the main element of a fluorescent light. It is actually a gas including ions and electrons. Under normal conditions, the gas has only uncharged particles. That is, the number of positive charged particles will be equal to the number of negative charged particles. This gives the gas a balanced position. Thank you for watching.